ഷാനവാസ് വളരെ നന്നായി ഗെയിം കളിക്കുന്നുണ്ട്. അത് ഒരു തരത്തിൽ നോക്കുകയാണെങ്കിൽ ഒരു ഗ്രൂപ്പിസമായി നമുക്ക് തോന്നിയേക്കാം. എന്നാലും സ്വന്തം നിലനിൽപ്പിൻ്റെ പ്രശ്നമായതുകൊണ്ട് തന്നെയാവാം അയാൾ ഇങ്ങനെയൊരു നീക്കം തിരഞ്ഞെടുത്തിരിക്കുന്നത്. തനിക്ക് ഒറ്റയ്ക്ക് നിന്ന് ഈ ടാസ്കിൽ പിടിച്ചു നിൽക്കാൻ പറ്റുന്നില്ല എന്ന് അയാൾക്ക് ഉത്തമമായ ബോധ്യമുള്ളത് കൊണ്ടാവാം ഇങ്ങനെ ഒരു ഗ്രൂപ്പിസം ഇവിടെ ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇനി ഇയാൾ ഒറ്റയ്ക്ക് കിടന്നിവിടെ ഉറങ്ങുകയാണെങ്കിൽ ബിഗ് ബോസ് ഹൗസിനുള്ളിലുള്ളവരുടെ സഹായത്തോടു കൂടി ഇയാളെ എളുപ്പത്തിന് ബാക്കിയുള്ള അംഗങ്ങൾക്ക് വളരെ എളുപ്പത്തിന് ഇയാളെ എവിക്റ്റാക്കാൻ കഴിയും. എന്നാൽ അങ്ങനെയുള്ളൊരു സാഹചര്യം ഒഴിവാക്കാൻ വേണ്ടി മാത്രമാണ് അയാൾ ബാക്കിയുള്ള 3 പേരെയും തൻ്റെ കൂടെ കൂട്ടിയിരിക്കുന്നത്. ഷാനവാസിൻ്റെ ഗെയിം പ്ലാൻ എങ്ങനെയാണെന്ന് നോക്കിയാലോ. ആരെങ്കിലും ഒരാൾ കിടന്നുറങ്ങുന്ന സമയത്ത് ബാക്കി 3 പേരും ആരെങ്കിലും വരുന്നുണ്ടോ എന്ന് നോക്കി പറയുകയാണെങ്കിൽ ആരെങ്കിലും വന്ന് എവിക്റ്റാക്കാൻ നോക്കുമ്പോൾ അയാൾക്ക് എണീക്കാനും അതോടുകൂടി എലിമിനേഷനിൽ നിന്ന് രക്ഷപ്പെടാനും സാധിക്കുന്നതാണ്. എന്നാൽ ഈ ടാസ്കിനെ വളരെ തന്ത്രപരമായി നോക്കിക്കണ്ട് ഏതെങ്കിലും ഒരു കണ്ടസ്റ്റൻറ്റിനെയെങ്കിലും ഇവർക്ക് ഇതിൽ നിന്നും എവിക്റ്റാക്കാൻ കഴിയുകയാണെങ്കിൽ അത് അവരുടെ നിലനിൽപ്പിനെ തന്നെ സഹായിക്കും എന്നതിൽ സംശയമൊന്നും വേണ്ട. ഇങ്ങനെ ഒരു പേടി ഷാനവാസിൻ്റെ മനസ്സിൽ ഉണ്ടായതുകൊണ്ടാവാം അയാൾ ഇങ്ങനെ ഒരു പ്ലാൻ ഡെവലപ്പ് ചെയ്ത് എല്ലാവരെയും ഒപ്പം കൂട്ടി ഒരു ഗ്രൂപ്പ് ടാസ്കായിട്ട് ഈ ഒരു ഇൻഡിവിജ്വൽ ടാസ്കിനെ കണ്ടത്. എന്തായാലും വെള്ളിയാഴ്ച വരെ നീണ്ടു നിൽക്കുന്ന ഈ ഒരു ടാസ്കിൽ ആരെങ്കിലും പുതിയൊരു പ്ലാനുമായി വരുമോ എന്ന് നമുക്ക് നോക്കി കാണാം.